ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഈ എവരിഡേ വരെ പോവായിരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എവരിഡേ പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചായിരുന്നു. ആ കൂട്ടത്തിൽ ചെറിയ ചെറിയ ടിഫിൻ ബോക്സ് പോലത്തെ കണ്ടെയ്നർ ബോക്സ് പോലത്തെ ബോക്സ് മേടിച്ചായിരുന്നു. അതിൽ ഏറ്റവും ഒരെണ്ണം അതങ്ങ് ബ്രോക്കൺ ആയിരുന്നു, പൊട്ടിപ്പോയതായിരുന്നു. അത് മാറി മേടിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരുടെ. രാത്രിയിൽ ഇറങ്ങി, ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയതാണ്. അത് മാറി മേടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോവായിരുന്നു. ഞാൻ ചേട്ടനോട് ചോദിക്കുക, ഞാൻ വീഡിയോ എടുക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? അത് ചേട്ടൻ നോക്കുമായിരുന്നു. അത് നമ്മൾ എവരിഡേയിലോട്ട് കയറി പോകുന്നത്. തിരക്കുണ്ട്, അത്യാവശ്യം തിരക്കുണ്ട്. റോഡിലും തിരക്കുണ്ട്, മാളിലും തിരക്കുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിലൊന്നും അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല. അവിടെ കുറേ കടകൾ പക്ഷെ തുറന്ന് വെച്ചിട്ടുണ്ട്. അവിടെ ആരും ഇല്ല. എല്ലാ കടകളും തുറന്ന് വെച്ചിട്ടുണ്ട്, പക്ഷെ ആൾക്കാരൊക്കെ കുറവാണ്. ഇനി വൈകിട്ടായതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ സത്യത്തിൽ ഈ ടിഫിൻ ബോക്സ് മാറി മേടിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ പിള്ളേർക്ക് കുറേ കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. അവിടെ എഴുതാനും പിള്ളേരുടെ ബുക്കും ഡ്രോയിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ചേട്ടൻ്റെ ഇരിക്കുന്ന ഈ ബോക്സാണ് ഞങ്ങൾ സത്യത്തിൽ മാറി മേടിക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ്, ഫസ്റ്റ് ഫ്ലോറിൽ ആ ബാക്ക് സൈഡിൽ കുറച്ച് ലൈറ്റ് വ്യൂ ഉണ്ട്. അത് പോയി കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ രണ്ടും അങ്ങോട്ട് പോയതാണ്. നല്ല രസമുണ്ട്. അവിടെ ലൈറ്റ്, പുറകെ വെള്ളവുമാണ്. ആ വെള്ളത്തിൻ്റെ ഇടയ്ക്ക് ഈ ലൈറ്റ് വ്യൂവും കാണുന്നത്. കുറേ പേരവിടെ നിൽപ്പുണ്ട് ഫോട്ടോ എടുക്കാനും കാര്യത്തിനൊക്കെ. നല്ല നല്ല ഭംഗിയാണ് ലൈറ്റ് വ്യൂ. ഈ രാത്രിയിലായതുകൊണ്ട് കാണാനും ഭംഗിയാണ്. അവിടെ ജുൽഫ ടവറും ഒക്കെ കാണാം ഇവിടെ നിന്നാൽ. അവിടെ മിന്നി തിളങ്ങും നിന്ന്. പകലൊന്നും വന്നാൽ നമുക്ക് ഈ ഒരു ഇത് കാണത്തില്ല. ഇതൊക്കെ കാണണമെങ്കിൽ വൈകിട്ട് തന്നെ സത്യത്തിൽ വരണം. ബോട്ടിങ്ങും എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പം രാത്രി ആയതുകൊണ്ടാണ് ക്ലോസ് ആയെന്ന് തോന്നുന്നു. ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. അതിൻ്റെ പ്രൈസും എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 1 ഹവറും 20 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെയും അങ്ങനെ കുറേ അവേഴ്സും അതിൻ്റെ പേയ്മെൻറ്റ് എത്രയാണെന്നും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളിതുവരെ കയറിയിട്ടില്ല. എനിക്ക് പേടിയാണ് വെള്ളത്തിനകത്തുള്ള പരിപാടിയൊക്കെ. കുറേ പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ കുറച്ച് നേരമൊക്കെ നിർദ്ദേശിച്ച് പിന്നെ പോയി. പിള്ളേർ കൂടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളങ്ങ് പോകുന്നു. ഇതാണ് അതിൻ്റെ പ്രൈസ് ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ എത്രയാണെന്നും എത്ര പേര് കയറുന്നതിന് എത്രയാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പിന്നെ നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ടിഫിൻ ബോക്സ് മാറുക എന്നുള്ളതായിരുന്നു. ജസ്റ്റ് പിന്നെ ഞങ്ങൾ ആ ലൈറ്റ് വ്യൂ ഒന്ന് കാണാൻ വേണ്ടി പോയതാന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എന്നാൽ ടിഫിൻ ബോക്സ് മാറാമെന്ന് പറഞ്ഞ് പോയി. അല്ലെ അവിടെ നിന്നാൽ ടൈം പോകുന്നു, സമയം പോകുന്ന പോക്ക്. ഇപ്പം തന്നെ ഞങ്ങൾ 9 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയത്, ഡ്യൂട്ടി കഴിഞ്ഞു. ഇപ്പം തന്നെ സമയം 10 മണിയോളം ആവാറായിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് ഞങ്ങൾ പപ്പയും അമ്മയും ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം UAE വന്നപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതാന്നൊക്കെ പറയുക. ഞങ്ങളുണ്ട് അവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ATM ഒക്കെ കയറി. അത് കഴിഞ്ഞ് ഞങ്ങൾ എസ്കവേറ്ററൊക്കെ കയറി ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവുക. അവിടെ ഞാൻ ചുമ്മാ കയറിയപ്പോൾ അവിടുത്തെ ഡൂ എന്ന് പറഞ്ഞൊരു കടയുണ്ട് കേട്ടോ. അവിടെ ഭയങ്കര ഓഫർ നടക്കുന്നുണ്ട്. ജസ്റ്റ് ചുമ്മാ ഒന്ന് കയറി നോക്കി. പക്ഷെ ഞങ്ങൾ അവിടെ നിന്നൊന്നും മേടിച്ചില്ല, ഡ്രസ്സൊന്നും മേടിച്ചില്ല. അവിടെ ഭയങ്കര ഓഫറുണ്ട്, പിള്ളേരുടെ ഡ്രസ്സിൻ്റെയൊക്കെ ഓഫറുണ്ട്. ഒത്തിരി പേര് വാങ്ങാൻ കയറുന്നുണ്ട്. ഫിലിപ്പിനോസും ഉണ്ട്, ഒത്തിരി പേര് കയറുന്നുണ്ട്. ഞങ്ങൾ പിന്നെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ടിഫിൻ ബോക്സ് മാറുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ടിഫിൻ ബോക്സ് മാറാൻ വേണ്ടി പോയി. അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ സമയം പോകുന്നത് പിന്നെ അറിയത്തില്ല. അതിനോട് ചേട്ടൻ പറഞ്ഞാൽ ഇത് മാറാനെന്ന് പറഞ്ഞ് വന്നേച്ച് സമയം കളയല്ലേ എന്ന്. പിന്നെ കയറി. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്ക് ഈ ഷുഗറിൻ്റെയും കോഫി, ടീ അങ്ങനെ ഇടുന്ന ചെറിയ ചെറിയ കണ്ടെയ്നർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എഴുതിയിട്ടുള്ള പുതിയ ഇതില്ലേ. അപ്പം ഞാൻ സോൾട്ടിൻ്റെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പിന്നെയും പോയി അവിടെ.
എൻ്റെ പാത്രങ്ങൾ കണ്ടോ. പെൺപിള്ളേർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായാലും ഇതിനകത്തൊന്നും ഓരോന്നൊക്കെ എടുക്കാതെ പോകത്തില്ല. എല്ലാ സാധനങ്ങളും ഉണ്ട്, ഇഷ്ടം പോലെ പാത്രങ്ങൾ, നമ്മൾക്കൊക്കെ നോക്കി പോകുന്നു. ഇതിനകത്തു നിന്നാണ് ഞാൻ ആ ബോക്സ് എടുത്തത്. പിന്നെ അത് മാറി അവിടെ കസ്റ്റമർ സർവീസിൽ കൊടുത്തേച്ച് മാറിയേച്ച് ഒരു പേപ്പർ അടിച്ച് തന്നു, ബില്ലടിച്ച് തന്നു. പിന്നെ ഞാൻ അവിടെ ചേഞ്ച് ചെയ്ത് ആ പേപ്പർ കൊടുത്താൽ മതിയായിരുന്നു. ആ ബില്ല് കൊടുത്തേച്ച് ചേഞ്ച് ചെയ്ത് മാറി ഒരു ക്രീമും എടുത്തേച്ച് ഞങ്ങൾ പോന്നു.